തമ്മിലുള്ള കോംബോ ഒക്കെ എൻ്റെ നോക്ക് ഞാൻ കരഞ്ഞൊരു അവസ്ഥയായി. കാരണം ഒരു ക്വാളിറ്റി ഫിലിമായിരിക്കുമല്ലോ വിനീത് ശ്രീനിവാസന്റെ. അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഹാഫൊക്കെ ഇത് ആ ധ്യാനും നമ്മുടെ പ്രണവ് മോഹൻലാൽ തമ്മിലുള്ള കോംബോ ഒക്കെ എൻ്റെ നോക്ക് ഞാൻ കരഞ്ഞൊരു അവസ്ഥയായി. കാരണം ഫസ്റ്റ് ഹാഫൊക്കെ നമുക്ക് അത്രയ്ക്ക് ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കുന്നവർക്കൊക്കെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അടിപൊളിയായിരുന്നു ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് പിന്നെ ന്യൂ ജനറേഷൻ ഈ സമയത്ത് എടുക്കുന്ന ഒരു സിനിമ അവർ അങ്ങനത്തെ. പിന്നെ നിവിൻ വരുന്ന സ്ഥലങ്ങൾ നിവിനങ്ങ് സ്കോർ ചെയ്ത്. കാരണം ആ ഒരു ഫണ്ണും അതൊക്കെ കയ്യടിയോട് കയ്യടി. അത് നമ്മൾ കുറേ അപ്പോൾ നല്ല ചിരിക്കാനൊക്കെ ഉണ്ട്. ധ്യാനും പ്രണവും തമ്മിലുള്ള ഒരു കോംബോ എനിക്കിത് ഭയങ്കര കണക്റ്റായി, ഭയങ്കര ഇമോഷണലായിട്ട്. സത്യം പറഞ്ഞാൽ വിനീത് ശ്രീനിവാസന്റെ പടം എന്തായാലും നമുക്കറിയാമല്ലോ, ആ ഒരു എക്സ്പീരിയൻസിലൂടെ തന്നെയാണ് വന്നതും. അതുകൊണ്ട് തന്നെ ഹാപ്പിയാണ്, നല്ല ഇമോഷണലാണ്. പിന്നെ സെക്കൻഡ് ഹാഫ് നിവിനും എല്ലാവരും എല്ലാം അജു വർഗീസ് എല്ലാവരും എനിക്ക് നല്ല ഇഷ്ടമായി. ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിങ് ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. അത് ഓരോരുത്തരുടെ ഫ്രണ്ട്ഷിപ്പ് നമ്മൾ വാല്യൂ കൊടുക്കുന്നുണ്ട്, നമുക്കത് നന്നായി കണക്റ്റ് ആവുന്നുണ്ട്. അവർ രണ്ടിലുള്ള കോംബോ അടിപൊളിയാണ്. ആ ധ്യാനും നമ്മുടെ പ്രണവും വന്ന് നിന്നാൽ തന്നെ നമുക്കൊരു എന്തോ ഒരു അവർ തമ്മിലൊരു കെമിസ്ട്രി ഭയങ്കരമാണ്. അത് ഇൻ്റർവ്യൂസ് നമ്മൾ കുറേ ഇൻ്റർവ്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം ഈ സിനിമ കാണാനുള്ളൊരിതിൽ ഇൻ്റർവ്യൂസ് എല്ലാം കണ്ടിരുന്നു. അപ്പോഴും നമുക്ക് മനസ്സിലായി ഇവർ തമ്മിൽ നല്ലതായിരിക്കും. പക്ഷെ അത് സ്ക്രീനിൽ വന്നപ്പോൾ അടിപൊളി. ഞാൻ പറഞ്ഞില്ലേ ആദ്യമായിട്ടാണ് തനിച്ച് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണുന്ന ഒരു സിനിമയാണ് ഇത്. കല്യാണി കുറച്ച് ഭാഗത്തേ ഉള്ളൂ, പക്ഷെ ഓക്കെയാണ്, നല്ല കൊള്ളാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല സ്വീറ്റ്. നീമ്പുളി കമ്പാക്ക് എന്ന് വെച്ചാൽ അത് ഉള്ള ടൈമിൽ നീമ്പുളി സ്കോർ ചെയ്യുന്നത്, വേറെ ആരും സ്കോർ ചെയ്യാൻ സമ്മതിക്കത്തില്ല. അമ്മാതിരി പൊളിപ്പടം. പടമായിരുന്നു, എല്ലാവർക്കും കണ്ടിരിക്കാനായിട്ട് നല്ല രസമുള്ള പടം, നന്നായിട്ടുണ്ടായിരുന്നു. മ്യൂസിക് അടിപൊളിയായിരുന്നു, നല്ല ടച്ചിങ് ആയിട്ടുള്ള മ്യൂസിക്. അടിപൊളിയായിരുന്നു, എല്ലാം ഇഷ്ടപ്പെട്ടു. നിവിൻ പോളിന്റെ എൻട്രി ഒക്കെ അടിപൊളിയുണ്ടായിരുന്നു. ആ സീനിലെ എല്ലാം അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. വിഷുവിന് എന്തായാലും ഹിറ്റ് വേണം. അതെ ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫിനെക്കാട്ടും ഇഷ്ടപ്പെട്ട സെക്കൻഡ് ഹാഫാണ്. പിന്നെ കൊള്ളാം, ഫീൽ ഗുഡ് ആണ്. കരിയർ ബെസ്റ്റ് മൂവിയാണ് വിനീത് ശ്രീനിവാസന്റെ. വിനീത് ശ്രീനിവാസൻ പൊതുവെ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ മ്യൂസിക് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ബാക്ക്ഗ്രൗണ്ട് നല്ല മോഹൻലാൽ സൂപ്പറാണ്, എല്ലാവരും സൂപ്പറാണ്. സെക്കൻഡ് പാർട്ടാണല്ലോ ഇഷ്ടപ്പെട്ടത്, കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട സെക്കൻഡ്. എങ്ങനെയുണ്ടായിരുന്നു? നിവിൻ സീനാണ്, പാട്ടുകൾ നല്ല ടച്ചിങ്. പ്രണവ് സൂപ്പറായിട്ടുണ്ട്, പ്രണവിന്റെ വിനീതാസന്റെ കരിയർ ബെസ്റ്റ്, സൂപ്പർ പടം, എല്ലാം കണക്റ്റഡാണ്. അത്യാവശ്യം രണ്ട് ഫ്രണ്ട്ഷിപ്പിന്റെ കുക്ക് ചെയ്യുന്നുണ്ട്, സെറ്റാണ് പടം. ഒന്നും പറയാം, പ്രണവിന്റെ പൊളിയാണ്. ഇപ്പൊ അഭിനയിച്ചതില് ഏറ്റവും ബെറ്റർ ആയിട്ട് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അങ്ങനെയല്ല, അവരുടെ ചെറിയ മാനറിസംസ് ഉണ്ട്, പക്ഷെ പടം സൂപ്പറായിട്ടുണ്ട്. നിവിൻപോളിനെ ഒരു 5-6 കൊല്ലത്തിന് ശേഷം കണ്ടൊരു ത്രോട്ടിപൊളി ലാസ്റ്റ് ഒരു അരമണിക്കൂർ അത്ര ഉണ്ടാകത്തുള്ളൂ പടം, പക്ഷെ സൂപ്പറായിട്ടുണ്ട്. പഴയ ഒരു നിവിൻപോളി തിരിച്ചു വന്നു, റോക്ക്ഡാണ് പുള്ളി. ആ കാലഘട്ടം എല്ലാം കൊള്ളാം, നന്നായിട്ടുണ്ട്. കുഴപ്പമില്ല. നിവിൻപോളി വന്ന് സെക്കൻഡ് ഹാഫിൽ വന്ന് ഷോ മൊത്തം കൊണ്ടുപോകുന്നത് ഇമോഷണലി ഹുക്ക് ആവുന്നുണ്ട്, നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിൽ നമുക്കൊരു ഇത് സ്ലോ ആയിട്ട് തുടങ്ങുവാണെങ്കിലും സെക്കൻഡ് ഹാഫിലോട്ട് വന്നിട്ട് മൊത്തത്തിൽ ആ പടം 70s 80s കാലഘട്ടമൊക്കെ എങ്ങനെയാണ് നല്ല രീതിയിൽ തന്നെ എടുത്തു വെച്ചാണ്. വിനീത് ശ്രീനിവാസന്റെ ഇപ്പം നല്ലൊരു കുറേ നാൾക്ക് ഈ ഒരു സ്ഥിരം ടൈപ്പ് പടമല്ല, വേറെ സെപ്പറേറ്റ്. വിനീത് ശ്രീനിവാസന്റെ കരിയർ ബെസ്റ്റ് എന്ന് തന്നെ പറയാം. കരിയർ ബെസ്റ്റ് എനിക്കെപ്പോഴും നട്ടം തന്നെയാണ്. പിന്നെ തിര, പക്ഷെ ഇത് വെറൈറ്റി ഒരു പടം, 70s 80s ലെങ്ത് ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. പ്രണവ് കൊള്ളാം, ധ്യാനും പ്രണവ് നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. കല്യാണിക്കൊക്കെ വലിയ റോളില്ല, കുറച്ച് റോളുണ്ട്. പ്രണവ് കൊള്ളാം, ധ്യാനും ഈ ഒരു കുറെ കാലഘട്ടം എല്ലാവരും കൂടെ. അജു വർഗീസും നിവിൻ പോളി സെക്കൻഡ് ഹാഫിൽ വന്നിട്ട് പടം മൊത്തത്തിൽ വേറെ ട്രാക്കിലോട്ട് എത്തിക്കും. മോഹൻലാലിന്റെ ഒരു മാനറിസം ഒക്കെ വരുന്നുണ്ടോ പ്രണവ്? നല്ല രീതി ഇൻട്രൊഡക്ഷൻ ആണെങ്കിലും അല്ലെങ്കിലും നമുക്ക് ആ ഒരു പടം ഉണ്ടല്ലോ, ഒരു പാട്ടുണ്ട് മധു, ആ പാട്ടിനകത്ത് തുടങ്ങപ്പോൾ തന്നെ എല്ലാം നല്ല രീതി. ലാലേട്ടൻ ശ്രീനേട്ടൻ
കോംബോ അങ്ങനെയല്ല, പടം വേറെ രീതിയിലാണ് എന്നിരുന്നാൽ പോലും. പക്ഷേ ഒരു അവരുടെ രണ്ടുപേരുടെ ആ ഒരു കോംബോ നല്ല രീതി, ധ്യാനമാണെങ്കിലും പ്രണവാണെങ്കിലും നല്ല രീതിയിൽ തന്നെ. നൈസ് ഫീൽ ഗുഡ് ഒന്നും പറയാനില്ല. സിനിമയുടെ ബന്ധങ്ങളും കാഴ്ചകളും എല്ലാം എങ്ങനെയുണ്ട്? ഇമോഷണലി കണക്ട് ആയല്ലേ? നല്ല പടം. ഫ്രണ്ട്ഷിപ്പിന്റെ ബോണ്ടിങ് ഒക്കെ എങ്ങനെയുണ്ട്? പക്കയാണ്. മോഹൻലാൽ ശ്രീനിവാസും കൂട്ട് അതിനെക്കാട്ടി ഉപരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ന്യൂ ജനറേഷനിൽ ഇവർ തമ്മിലുള്ള എക്സൈറ്റഡ് ആണ്. പ്രണവൊക്കെ നന്നായിട്ടുണ്ട്. നിവിൻ പോളി കഴിഞ്ഞാട്ടോ? നിവിൻ പോളി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിനെക്കാട്ടി ഏറ്റവും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിനീത് ശ്രീനിവാസിന്റെ കരിയർ ബെസ്റ്റ് മൂവിയാണ്. പിന്നെ അല്ലാതെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഈ വിഷു കൊണ്ടുപോകും പറയാൻ പറ്റത്തില്ല, എൻ്റെ അഭിപ്രായമാണ്.